എല്ലാരും അടിച്ചു കയറി വാ. ബിജെപി 33-ലേക്കും ആപ്പ് 36-ലേക്കും മാറും. 70 മിനിറ്റ് പിന്നിടുമ്പോൾ വോട്ടെണ്ണി തുടങ്ങിക്കഴിഞ്ഞ് 70 മിനിറ്റ് പിന്നിടുമ്പോൾ മാജിക് നമ്പറിൽ തൊട്ടിരിക്കുന്നു ആം ആദ്മി പാർട്ടി. ഇവിടെ മുതൽ കണ്ടോ, ഇതാ ഹൈലൈറ്റ്. मैं नरेंद्र मोदी जी को कहना चाहता हूं, मोदी जी इस जन्म में तो आप हमको नहीं हरा सकते दिल्ली के अंदर आम आदमी पार्टी. ആദ്യമായി ബിജെപി പിന്നിൽ പോവുകയും ആം ആദ്മി പാർട്ടി തിരിച്ചുവരവും നടത്തുകയും ചെയ്യുന്ന കാഴ്ചയാണ് പ്രേക്ഷകരെ കാണുന്നത്. അവിശ്വസനീയമായ കാഴ്ച. ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാ പറയണമെന്നില്ല, കാര്യം നമുക്ക് മനസ്സിലായി. आपको दूसरा जन्म लेना पड़ेगा, इस जन्म में तो नहीं हरा सकते आप आम आदमी पार्टी. ഒരു ഓവറിൽ 36 റൺസ് വേണ്ടി വരുമ്പോൾ അവിടെ ബാറ്റ് ചെയ്യാൻ ഇറങ്ങുന്ന യുവരാജ് സിംഗിനെ പോലെ ഇതാ ബാറ്റിംഗിന് ഇറങ്ങിയിരിക്കുന്നു അരവിന്ദ് കെജ്രിവാളും അതിശയും. ആവേശം കൊണ്ട് ഓരോന്ന് വിളിച്ചു പറഞ്ഞ് തടിയേടാക്കണ്ട, പണിയെടുക്കാതെ ജീവിക്കാൻ നോക്ക്. മോഡി ആരെയെങ്കിലും ഭയപ്പെടുന്നുണ്ടെങ്കിൽ അത് മറ്റാരുമല്ല, അത് സാക്ഷാൽ രാഹുൽ ഗാന്ധിയെ തന്നെയാണ് എന്നൊരു സംശയം വേണ്ട. അടിപൊളി. അവിടെ ഇരിക്കും മനുഷ്യൻ. പിന്നിലാണെങ്കിൽ പോലും ആം ആദ്മി പാർട്ടി കേന്ദ്രങ്ങളിൽ പുഞ്ചിരി പടർത്തിക്കൊണ്ട് ആത്മവിശ്വാസം പടർത്തിക്കൊണ്ട് ഇതാ ആം ആദ്മി പാർട്ടിയുടെ വൻ തിരിച്ചുവരവ്. 36 സീറ്റുകളിൽ ആം ആദ്മി പാർട്ടി ശരിക്കും എനിക്ക് ആശ്വാസം. വർഗത്തിന്റെ പരിലാളനയ്ക്കും അപ്പുറം സ്ത്രീ വോട്ടർമാർ കണ്ണയച്ച് കൈയയച്ച് ആം ആദ്മി പാർട്ടിയെ തഴുകിത്തലോടി ചൂലിലെടുത്ത് അവർ അധികാരത്തിലേക്ക് ഒരിക്കൽ കൂടി ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പോകൂ. ലോട്ടസിനേക്കാൾ ഞങ്ങൾക്ക് ചൂലിനെ ഇഷ്ടമെന്ന് ദില്ലിയിലെ വോട്ടർമാർ പറയുന്ന കാഴ്ചയാണോ നമ്മൾ കാണുന്നത്? ഐഡിയ ഒക്കെ കൊള്ളാം, പക്ഷെ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. കോൺഗ്രസിന് ലീഡ് കിട്ടുമ്പോൾ ആം ആദ്മി പാർട്ടി ലീഡ് കുറയുന്നു എന്ന് കാണാൻ സാധിക്കും. അതായത് കോൺഗ്രസ് മുൻപിൽ കുതിക്കുമ്പോൾ ആം ആദ്മി പാർട്ടിക്ക് കിതയ്ക്കുന്നു, കോൺഗ്രസ് കുതിക്കുമ്പോൾ ആം ആദ്മി പാർട്ടിക്ക് കിതയ്ക്കുന്നു. എന്താ ഇത്? എന്തിനാ കരയുന്നേ? ഖത്തം. ബൈ ബൈ, ടാറ്റ, ഗുഡ് ബൈ, ഗയാ. കൊണ്ടൊന്നും കൂട്ടിയേ കൂടില്ല, നല്ല പ്രായണ്ടല്ലേ, വല്ല പണിക്ക് പോയിക്കൂടെ. ആം ആദ്മി പാർട്ടിക്ക് കുറയുന്ന വോട്ടുകൾ കോൺഗ്രസിന് പക്ഷേ വോട്ടിംഗ് ശതമാനത്തിൽ വർധനമുണ്ടെങ്കിലും സീറ്റുകളായി മാറുന്നില്ല. അത് സീറ്റുകളായി ഗുണം ചെയ്യുന്നത് ബിജെപിക്കാണ് എന്നുള്ളത് കണക്ക്. തവണത്തെ 62 ഇക്കുറി തങ്ങൾക്ക് കിട്ടില്ലെന്ന് അരവിന്ദ് കെജ്രിവാൾ നേരത്തെ സമ്മതിച്ചതാണ്. പ്രധാനപ്പെട്ട വാർത്ത, ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ പരാജയപ്പെട്ടിരിക്കുന്നു. ന്യൂഡൽഹി മണ്ഡലത്തിൽ പർവേഷ് സാഹിബ് സിംഗ് വർമ്മ ഒരു പക്ഷേ ഡൽഹിയുടെ പുതിയ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ എന്ന വൻമരം വീണിരിക്കുന്നു. ഡൽഹി എന്നോടിത് വേണ്ടായിരുന്നു, എന്നോടിത് വേണ്ടായിരുന്നു. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ.